ഹായ് മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റോറി വീവർ. കഥകളുടെ മായാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ആയില്യംകാവ് എന്ന കഥയുടെ പുതിയ ഭാഗമാണ്. കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടന്നാലോ. ആയില്യംകാവ് ഭാഗം 51. അതെ, അവസാന വിജയം അത് ഈ രാമന് മാത്രമായിരിക്കും. അതെന്നും എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. രക്കൻ അവനായിരുന്നു എന്നെക്കാൾ കേമൻ. എല്ലായ്പ്പോഴും എനിക്കെന്നും ഒരു എതിരാളി. എന്നിട്ടും എന്തായി? അവസാനം എനിക്ക് മുന്നിൽ അവൻ തോറ്റില്ലേ? അതുമാത്രമോ, എനിക്ക് മുന്നിൽ വെച്ചു തന്നെ അവന്റെ പ്രാണനും ഇല്ലാതായില്ലേ? അവനെ പോലെ ഒരുത്തൻ ജീവിച്ചു എന്നതിന് തെളിവായി ആകെ അവശേഷിക്കുന്ന അവന്റെ താമസ സ്ഥലമാണ് നിമിഷങ്ങൾക്കുള്ളിൽ വെറും ഭസ്മമാകാൻ പോകുന്നത്. രക്കന്റെ കുടിൽ കത്തിയമരുന്നത് ആവേശത്തോടെയും അതിലുപരി ഗൂഢമായ ആനന്ദത്തോടെയും നോക്കി നിൽക്കെ രാമന്റെ മനസ്സ് മന്ത്രിച്ചു. മരത്തിന്റെ ശിഖരങ്ങൾ കൊണ്ടും പുല്ലുകൾ കൊണ്ടുമൊക്കെ നിർമ്മിച്ച ആ കുടിൽ പൂർണ്ണമായും അഗ്നി വിഴുങ്ങാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. ഏതാനും മിനിറ്റുകൾക്കകം പൂർണ്ണമായും അതൊരു പിടി ചാരമായി മാറി. അങ്ങനെ എല്ലാം അവസാനിപ്പിച്ച് രാമന്റെയും ഹരിയുടെയും ഒപ്പം ഗോവിന്ദൻ എന്നേക്കുമായി ആ കാടിറങ്ങി. മാസങ്ങളോളം മനുഷ്യരെയൊന്നും കാണാനാകാതെ ആ കാട്ടിൽ ഒറ്റപ്പെട്ടു കഴിഞ്ഞിരുന്ന ഗോവിന്ദൻ അത്യധികം സന്തോഷത്തോടെയാണ് തിരികെ തറവാട്ടിലേക്കുള്ള യാത്ര തുടങ്ങിയത്. നമുക്കിനി വായിക്ക് രുചിയായി എന്തെങ്കിലും കഴിച്ചിട്ട് യാത്ര തുടർന്നാൽ പോരെ? എനിക്ക് നല്ല വിശപ്പുണ്ട്. കാടിറങ്ങിയതും അടുത്ത് കണ്ടൊരു ചെറിയ ഭക്ഷണശാല ചൂണ്ടി ഹരി പറഞ്ഞു. ആയിക്കോട്ടെ, എനിക്കും നല്ല വിശപ്പുണ്ട്. പറഞ്ഞുകൊണ്ട് രാമൻ ഗോവിന്ദന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പതിയെ അങ്ങോട്ടേക്ക് നടന്നു. ശരീരം അനക്കുമ്പോൾ മുറിവുകളിൽ വല്ലാത്ത വേദനയുണ്ടായിരുന്നു. എങ്കിലും അതൊന്നും അയാൾ കാര്യമാക്കിയില്ല. അവിടെ എത്തിയതും ഇന്നലെ വരെ തനിക്കന്യമായ തന്റെ പ്രിയപ്പെട്ട ഭക്ഷണങ്ങൾ ഗോവിന്ദൻ ആർത്തിയോടെ കഴിക്കാൻ തുടങ്ങി. താൻ ഇങ്ങനെ ആർത്തി കാണിക്കുന്നത് മറ്റുള്ളവർ ശ്രദ്ധിക്കുമെന്നൊന്നും അപ്പോഴയാൾ ചിന്തിച്ചില്ല. ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഗോവിന്ദനെ ഹരി അലിവോടെ നോക്കിയിരുന്നു. അനിയൻ കഴിക്കുന്നത് നോക്കി രാമൻ ചെറു പുഞ്ചിരിയോടെ അയാളുടെ മുടിയിൽ തലോടി. കഴിക്കു ഗോവിന്ദ, ഒരുപാട് നാളായിട്ടുണ്ടല്ലോ നീ ഇതൊക്കെ കഴിച്ചിട്ട്. വയറു നിറയെ കഴിക്കു നീ. ഏട്ടന്റെ സ്നേഹപൂർവമുള്ള വാക്കുകൾ കേട്ട് ഗോവിന്ദൻ ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. വയറു നിറയെ ഭക്ഷണം കഴിച്ച് അവർ വീണ്ടും യാത്ര തുടർന്നു. അന്നു രാത്രിയോടെയാണ് അവർ തറവാട്ടിൽ തിരികെ എത്തിച്ചേർന്നത്. പടിപ്പുര വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. വല്ലാത്തൊരു ആവേശത്തോടെ ഗോവിന്ദൻ ആ വാതിൽ പൂട്ട് തുറന്ന് അകത്തേക്ക് ആഞ്ഞു തള്ളി. ഇരുമ്പ് കൂട്ടിയുരയുന്ന കര ശബ്ദത്തോടെ വാതിൽ തുറന്നെങ്കിലും രാത്രി ആയതുകൊണ്ടു തന്നെ അവിടെല്ലാം കട്ട പിടിച്ച ഇരുട്ടായിരുന്നു. ഇനി ഒരിക്കലും എനിക്കിങ്ങോട്ട് തിരിച്ചു വരാൻ കഴിയുമെന്ന് കരുതിയതല്ല ഞാൻ. എന്നാൽ ഇപ്പോൾ ഞാനിവിടെ എത്തിയിരിക്കുന്നു. ഞാൻ ജനിച്ചു വളർന്ന മണ്ണിലേക്ക്. ഒന്നും കാണാൻ കഴിയുന്നില്ലെങ്കിലും സ്വന്തം വീട്ടിലെത്തിയ സന്തോഷത്തിൽ ഗോവിന്ദൻ പടിപ്പുരയിൽ നിന്നുകൊണ്ട് ഇടറുന്ന വാക്കുകളോടെ പറയവേ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു പെയ്യുന്നുണ്ടായിരുന്നു. അതേടാ, ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും ദിവസം പ്രതീക്ഷയോടെ കാത്തിരുന്നത്. എന്തായാലും നീ ഇങ്ങ് വന്നല്ലോ. വാ, നമുക്ക് അകത്തേക്ക് കയറാം. അനിയന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കയ്യിലെ ടോർച്ചിന്റെ വെട്ടത്തിൽ രാമൻ പടിപ്പുര വാതിൽ കടന്ന് അകത്തേക്ക് പ്രവേശിച്ചു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒട്ടും പ്രതീക്ഷിക്കാതെയൊരു തിരിച്ചുവരവ്. അതുകൊണ്ട് തന്നെ ഗോവിന്ദന്റെ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. വാതിൽ തുറക്ക് ഗോവിന്ദ. ഉമ്മറപ്പടി കയറിയ രാമൻ ഇടുപ്പിൽ മുറുക്കി കെട്ടിയ മുണ്ടിന്റെ ഒരറ്റത്ത് സുരക്ഷിതമായി കെട്ടിത്തൂക്കിയിരിക്കുന്ന താക്കോൽ കൂട്ടം കെട്ടഴിച്ച് അനിയനു നേരെ നീട്ടി.
വിറയ്ക്കുന്ന കൈകളോടെ താക്കോൽ കയ്യിലേറ്റുവാങ്ങിയ ഗോവിന്ദൻ ഒരു ദീർഘനിശ്വാസത്തോടെ വാതിൽ തുറന്നു. അളിയ, ഞാനെന്നാൽ പൊയ്ക്കോട്ടെ. ഇപ്പോൾ തന്നെ നേരം ഒരുപാട് ഇരുട്ടി. ഇനിയും ഇവിടെ നിന്നാൽ വീടെത്താൻ ഞാൻ ഒരുപാട് വൈകും. രാമനെയും ഗോവിന്ദനെയും നോക്കിക്കൊണ്ട് ഹരി ചോദിച്ചു. ഇന്നിനി പോകണമെന്ന് നിർബന്ധമാണോ ഹരി? സമയം ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് തനിക്കിന്ന് ഇവിടെ തങ്ങാൻ പാടില്ലേ? ചോദ്യം രാമന്റേതായിരുന്നു. അതെ അളിയ, അളിയനിന്ന് പോകേണ്ട. കുറെ നാളുകൾക്ക് ശേഷം ഞാൻ ഇന്ന് വന്നതല്ലേയുള്ളൂ. ഗോവിന്ദനും ഹരിയോട് അവർക്കൊപ്പം അവിടെ നിൽക്കാൻ നിർബന്ധിച്ചു. ഇന്നെന്തായാലും എനിക്ക് പോയേ മതിയാകൂ അളിയ. അതുമാത്രമല്ല, ഒരുപാട് സമയത്തെ യാത്രയൊക്കെ കഴിഞ്ഞു വന്നതല്ലേ. രണ്ടുപേർക്കും നല്ല ക്ഷീണം കാണും. അതുകൊണ്ട് സമയം കളയാതെ ഉറങ്ങാൻ നോക്കൂ. ഞാൻ പിന്നെ ഒരു ദിവസം വരാം. എന്നിട്ട് എനിക്ക് അളിയനോട് ഒരുപാട് സംസാരിക്കാനുണ്ട്. ഞാൻ കാരണമല്ലേ അന്നളിയൻ ഇഷ്ടമില്ലാഞ്ഞിട്ടും രക്കന്റെ ശിഷ്യത്വം സ്വീകരിച്ചതും ഇന്നലെ വരെ കഷ്ടപ്പെട്ടതും. ഇന്നിപ്പോൾ അതിൽ നിന്നെല്ലാം മോചനം കിട്ടിയ ദിവസമാണ്. അളിയൻ മറ്റൊന്നും ഓർക്കാതെ സുഖമായി ഉറങ്ങിക്കോ. അപ്പോ രാത്രി യാത്രയില്ല, ഞാൻ ഇറങ്ങുകയാണ്. രണ്ടുപേരോടുമായി പറഞ്ഞുകൊണ്ട് ഹരി അപ്പോൾ തന്നെ അവിടെ നിന്നിറങ്ങി. പാവം, നിന്നെ അവിടെ നിർത്തി വന്നതിൽ പിന്നെ ഹരിക്ക് സ്വസ്ഥത ഉണ്ടായിട്ടില്ല. എപ്പോഴും പറയും ഞാൻ കാരണമാണ് അന്ന് അങ്ങനെയൊക്കെ ഉണ്ടായതെന്ന്. അതുകൊണ്ടാണ് നീ ഇപ്പോഴും കാട്ടിൽ കഷ്ടപ്പെടുന്നത് എന്നൊക്കെ. എന്തായാലും ഇന്ന് ഹരിക്ക് സമാധാനമായി ഉറങ്ങാം, സ്വയം കുറ്റപ്പെടുത്താതെ, കുറ്റബോധമില്ലാതെ. അയാൾ പടികടന്നു പോകുന്നത് നോക്കി രാമൻ നെടുവീർപ്പിട്ടു. അളിയനല്ല ഏട്ടാ, അന്ന് ഞാൻ അങ്ങനെയൊരു തീരുമാനമെടുത്തത് എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. അല്ലാതെ അതിൽ അളിയൻ യാതൊരു തരത്തിലും കാരണമായിട്ടില്ല. ആയിരിക്കാം, പക്ഷേ ഹരിയുടെ മനസ്സ് അത് സമ്മതിക്കണമെന്നില്ലല്ലോ. ഒരുമിച്ച് പോയവർ കൂടെയുള്ളയാളെ അവിടെ തനിച്ചാക്കി ഒറ്റയ്ക്ക് തിരിച്ചു വരുന്നു. ആ ഒരവസ്ഥ എന്തായിരിക്കുമെന്ന് നിനക്കറിയില്ലേ? അതും ഏതൊരു മനുഷ്യനും അംഗീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ. ചോദ്യഭാവത്തിൽ രാമൻ ഗോവിന്ദനെ നോക്കി. എനിക്ക് മനസ്സിലായി, പക്ഷേ അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യമൊന്നും ആയിരുന്നില്ല ഏട്ടാ. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ എനിക്ക് ആദ്യം തോന്നിയെന്നത് സത്യമാണ്. പക്ഷേ പോകെ പോകെ ഞാൻ അതുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ടു. അതെനിക്കറിയാം ഗോവിന്ദ. അല്ലെങ്കിലും വിശപ്പിന്റെ വിളിക്ക് മുന്നിൽ കൂടുതലൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ലല്ലോ. എന്നാലും എനിക്കിപ്പോഴും സങ്കടം തീരുന്നില്ല. ഇത്രയും മാസങ്ങൾ നീ അവിടെ ആ രക്കന്റെ നിയന്ത്രണത്തിൽ അവന്റെ അനുവർത്തിയായി കഴിഞ്ഞല്ലോ. അവൻ പറയുന്നതെല്ലാം അനുസരിച്ച് അവന്റെ അടിമയെ പോലെ. ഞാൻ പിന്നെ എന്തു വേണമായിരുന്നു ഏട്ടാ? നമ്മുടെ കുടുംബത്തിന്റെ നാശം കാണാനായി അയാളുടെ ആവശ്യം തള്ളിക്കളഞ്ഞ് തിരിച്ചു വരണമായിരുന്നോ? എനിക്കതിന് കഴിയുമായിരുന്നില്ല. നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഇവിടെയുള്ള ആർക്കും പ്രാണഭയം കൂടാതെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കാനായി എനിക്കതേ അപ്പോൾ ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാനത് സമ്മതിച്ചു. എനിക്കറിയാം ഗോവിന്ദ, നീ കുടുംബത്തോട് സ്നേഹമുള്ളവനാണ്. ഈ തറവാട്ടിലെ ഓരോരുത്തർക്കും വേണ്ടി നീ ത്യാഗം ചെയ്തു. പക്ഷേ ആരെങ്കിലും നിന്റെ നന്മ അംഗീകരിച്ചോ? ജനനിയുടെയും ഷാരിയുടെയും ഒക്കെ വീട്ടിൽ പോയി എല്ലാം പറഞ്ഞു ഞാൻ. നമുക്കൊക്കെ വേണ്ടിയാണ് നീ അവിടെ കഷ്ടപ്പെടുന്നതെന്ന്, നമുക്ക് വേണ്ടിയാണ് നീ സ്വയം ത്യാഗം ചെയ്തതെന്ന്. പക്ഷേ നിന്റെ ത്യാഗത്തിന് അവർക്ക് വിലയില്ലായിരുന്നു. എല്ലാം സ്വയം വരുത്തി വച്ചതല്ലേ, അപ്പോൾ പിന്നെ അനുഭവിച്ചു തന്നെ തീരണം. അതിനെ ത്യാഗമായിട്ടൊന്നും അവതരിപ്പിക്കേണ്ടെന്ന്. അത് കർമ്മഫലമാണെന്ന്. പുച്ഛമായിരുന്നട ഗോവിന്ദ എല്ലാവർക്കും നിന്നോട്, നിന്റെ മക്കൾക്കുൾപ്പെടെ. ഏട്ടന്റെ വാക്കുകൾ കേൾക്കെ ഗോവിന്ദന് വല്ലാത്തൊരു ഹൃദയവേദന തോന്നി. ഇപ്പോഴും തന്റെ മക്കൾക്ക് പോലും താൻ വെറുക്കപ്പെട്ടവൻ ആണെന്നോർത്ത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഏട്ടാ. അല്ലെങ്കിലും അവർ പറഞ്ഞത് ശരിയല്ലേ. അന്ന് നമ്മൾ കീഴേരിക്കെതിരെ ഒന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ
ആ 2 പ്രാണനുകൾ ഇല്ലാതാക്കിയിരുന്നില്ലെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നല്ലോ. ഗോവിന്ദന്റെ വാക്കുകളിൽ തന്നോടുള്ള പുച്ഛവും കുറ്റബോധവുമൊക്കെ ആയിരുന്നു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞു പോയതൊന്നും നമുക്കിനി തിരുത്താൻ കഴിയില്ലല്ലോ. എന്തായാലും നീ ഇനി അതൊന്നും ഓർക്കേണ്ട. ഒരുപാട് യാത്രയൊക്കെ കഴിഞ്ഞു വന്നതല്ലേ. ഒന്ന് പോയി കുളിച്ച് സുഖമായി ഉറങ്ങിക്കോ. എനിക്കും നല്ല ക്ഷീണമുണ്ട്, ഒന്ന് ഉറങ്ങണം. അതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ രാമൻ മുറിയിലേക്ക് കയറിപ്പോയി. ഏട്ടൻ പോകുന്നത് നോക്കി കുറച്ചു സമയം അവിടെ നിന്ന ഗോവിന്ദൻ പതിയെ തന്റെ മുറിയിലേക്ക് നടന്നു. തുടരും. തറവാട്ടിൽ തിരിച്ചെത്തിയ ഗോവിന്ദൻ ഇനി എന്തായിരിക്കും പ്ലാൻ ചെയ്യുന്നുണ്ടാവുക? ഇതോടെ അവരുടെ എല്ലാ പ്രശ്നങ്ങളും തീരുകയാണോ? അറിയാനായി കാത്തിരിക്കില്ലേ? ഓരോ ഭാഗങ്ങളുടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മുൻ ഭാഗങ്ങളിലേക്കുള്ള ലിങ്ക് ഉണ്ട്. കാണാത്തവർ കണ്ടോളൂ ട്ടോ. അപ്പോൾ ഏവർക്കും ശുഭരാത്രി, സുഖനിദ്ര.